നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ പാകിസ്ഥാൻ 5 റൺസിന് ജയിച്ചു. പക്ഷേ അവർ പുറത്തായി വേൾഡ് കപ്പിൽ നിന്ന്. ശ്രീലങ്കയോട് 5 റൺസിൻ്റെ വിജയം, അത് ഒരു വിവാദം. അവസാന ബോള് വൈഡ് എന്ന നിലക്കാണ് ലീവ് ചെയ്യുന്നത്. പക്ഷേ അത് വൈഡ് കൊടുത്തില്ല, അമ്പയർ ഫെയർ ഡെലിവറി എന്ന് പറഞ്ഞു. ഏതായാലും അതൊരു വിവാദമായിട്ടുണ്ട്. ജയസൂര്യയൊക്കെ അതിനോട് വലിയ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കളി 5 റൺസിന് പാകിസ്ഥാൻ ജയിച്ചു. അതുകൊണ്ടായില്ലല്ലോ വേൾഡ് കപ്പിൽ നിന്ന് അവരിതാ പുറത്തായിരിക്കുന്നു. അതോടുകൂടി ഇനി കളി മുഴുവനും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലായി ഇനി കളി നടക്കുന്നത്. പാകിസ്ഥാൻ സെമിയിലെത്തിയിരുന്നെങ്കിൽ സെമി ഫൈനൽ ശ്രീലങ്കയിൽ നടത്തേണ്ടി വന്നേനെ. പാകിസ്ഥാൻ എങ്ങാനും ഫൈനലിൽ കടന്നിരുന്നെങ്കിൽ ആ ഫൈനൽ കൊളംബോയിൽ വെച്ച് നടത്തേണ്ടി വന്നേനെ. അപ്പോൾ അതിനൊന്നുമുള്ള ആവശ്യമുണ്ടായില്ല. പാകിസ്ഥാൻ ഇതാ വീണ്ടും ഒരു ടൂർണമെൻറ്റിൽ സെമി ഫൈനൽ പോലും എത്താതെ പുറത്താകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇനി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്. നാളത്തെ മത്സരം വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാൽ ടീം ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് എത്താം. സെമി ഫൈനൽ വാങ്കഡയിൽ കളിക്കാം. അപ്പോൾ ഇനിയുള്ള കളികളൊക്കെ ഇന്ത്യയിലാണ്. നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്ന്. ന്യൂസിലാൻഡാണ് പാകിസ്ഥാൻ പുറത്തായതോടുകൂടി സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ സെമി ഫൈനൽ മത്സരം മാർച്ച് 4 ഈഡൻ ഗാർഡൻസിൽ നടക്കും. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലാൻഡ് പോരാട്ടം. രണ്ടാം സെമി ഫൈനൽ മത്സരം മാർച്ച് 5 ഇംഗ്ലണ്ട് ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നാളെ നടക്കുന്ന ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ വിജയികൾ ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം സെമി ഫൈനൽ മത്സരം മാർച്ച് 5 കളിക്കും. അതിനുശേഷം ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിലാണ്. സോ ആ ഫൈനൽ മത്സരം ഇന്ത്യക്ക് കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. മാർച്ച് 8 ഞായറാഴ്ചയാണ് ആ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് നാളത്തെ ദിവസത്തെ മത്സരത്തിലാണ്. വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ടീം ഇന്ത്യ സെമിയിൽ കടക്കുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.